ഇപ്പോൾ വരുന്നൊരു വാർത്ത. ജി സുധാകരന്റെ ജന്മനാട്ടിൽ CPM പ്രതിഷേധ പ്രകടനം. ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചിരിക്കുന്നത്. വർഗവഞ്ചനയ്ക്ക് മാപ്പില്ല എന്ന ബാനർ ഉയർത്തിയാണ് പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചേരുന്നു. മനീഷ് മഹിപാൽ, പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ പ്രതിഷേധം ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വരുന്നു എന്നതാണ് പ്രത്യേകത. എന്താണ് സംഭവിക്കുന്നത്? അരുൺകുമാർ, ജി സുധാകരന്റെ ജന്മനാടായ ചാരുമൂട്ടിലാണ് ശക്തമായിട്ടുള്ള CPMന്റെ പ്രതിഷേധമുള്ളത്. ആ മുദ്രാവാക്യത്തിന് വലിയ ഒരു അർത്ഥമുണ്ട്, മാനമുണ്ട്. വർഗവഞ്ചനയ്ക്ക് മാപ്പില്ല എന്ന ബാനർ എഴുതിക്കൊണ്ടാണ്, വലരന്മാരുടെ എച്ചിൽ നക്കി ജി സുധാകരൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവിടെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവന്റെ നേതൃത്വത്തിലാണ് നിലവിൽ പ്രകടനം നടക്കുന്നത്. ഇനി മണ്ണിനെ കളങ്കപ്പെടുത്താൻ ഒരു പൊന്നു തമ്പുരാനും ഇവിടെ എത്തേണ്ട, ഏതു സുധാകരനായാലും എന്ന രൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരനെതിരെ മുദ്രാവാക്യങ്ങൾ ഉള്ളത്. ജി ഭുവനേശ്വരന്റെ ചാരുമൂട്ടിലെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നാണ് നൂറുകണക്കിന് പ്രവർത്തകർ ഒത്തുകൂടി താമരക്കുളത്ത് CPMന്റെ ശക്തി പ്രകടനം നടത്തിയത്. ഇന്ന് വൈകിട്ട് ജില്ലാ സെക്രട്ടറിയുടെ കർശനമായ തീരുമാനമുണ്ടായിരുന്നു. അതായത് പ്രകോപനപരമായിട്ടുള്ള പരിപാടികളൊന്നും പാടില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ബ്രാഞ്ച് അടിസ്ഥാനങ്ങളിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നുണ്ട്. വർഗവഞ്ചകനായ ജി സുധാകരൻ എന്ന പേരിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടാണ് പ്രതിഷേധം ആദ്യം തുടങ്ങിയത്. ഇപ്പോഴിതാ ജില്ലയിലെ പലയിടങ്ങളിലും ജി സുധാകരന്റെ ബാനറുകൾ ഉയരുന്നു. പരസ്യമായ പ്രതിഷേധ പ്രകടനം ഇപ്പോഴിതാ ജില്ലയിൽ ആദ്യമായി നടക്കുന്നത് ചാരുമൂട്ടിൽ ജി സുധാകരന്റെ ജന്മനാട്ടിലാണെന്നതാണ് ഏറ്റവും പ്രത്യേകത. എന്താണെങ്കിലും വർഗവഞ്ചനയ്ക്ക് മാപ്പില്ല എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവന്റെ നേതൃത്വത്തിൽ ഇപ്പോഴിതാ ചാരുമൂട്ടിൽ പ്രകടനം നടക്കുന്നത്. നാളെ ലോക്കൽ അടിസ്ഥാനത്തിൽ ലോക്കൽ കമ്മിറ്റികൾ ഒത്തുകൂടും. ലോക്കൽ കമ്മിറ്റി അടിയന്തരമായി ചേരും. ഒപ്പം തന്നെ നാളെ ജനറൽ ബോഡി യോഗം ചേർന്ന് ജി സുധാകരന്റെ വിഷയം അത് റിപ്പോർട്ട് ചെയ്യും. മറ്റന്നാളാണ് 5000 പേരെ സംഘടിപ്പിച്ച് പുന്നപ്രയിൽ ഒരു പൊതു റാലി സംഘടിപ്പിക്കുന്ന. ഒപ്പം തന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടി പുന്നപ്രയിൽ മറ്റന്നാൾ എത്തും. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എന്താണെങ്കിൽ ചാരുമൂട്ടിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരുന്നത്. ഒരു കാര്യം കൂടി മനീഷ് മഹിപാൽ, വിവിധ ഏരിയ കമ്മിറ്റികൾ അടിയന്തരമായി ഇന്ന് യോഗം ചേർന്നിരുന്നു. ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് പാർട്ടി ഇങ്ങനെയൊരു പ്രതിഷേധം തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ പാർട്ടി ഗൗരവമായി തന്നെ എടുക്കുന്നു. ഇതുവരെ ഒരു തരത്തിലും ജി സുധാകരനെ പൊതുജനമധ്യത്തിൽ ആക്ഷേപിക്കാതിരുന്ന, വൈകാരികമായി നിയന്ത്രണം വിട്ടൊന്നും പറയാതിരുന്ന പാർട്ടി ഇനി ആ നിലപാടല്ല സ്വീകരിക്കുക, കടന്നാക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളിയായ ജി സുധാകരൻ എത്തുന്നത് മാത്രമല്ല വിഷയം. വർഗവഞ്ചകൻ, അതായത് പാർട്ടിയെ കെട്ടിപ്പടുക്കാനുണ്ടായ നേതാവ്, സംസ്ഥാനത്തെ ജില്ലയിലെ തന്നെ നേതാവ്, അങ്ങനെ ഒരു നേതാവ് പോകുമ്പോൾ എന്തൊരാശയമായിരിക്കും അണികളിലേക്ക് എത്തുക. അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണ പാടില്ല. അണികൾക്കിടയിൽ എന്തുകൊണ്ട് ജി സുധാകരൻ പോകുമെന്ന വ്യക്തമായ വിശദീകരണം പാർട്ടി അനുഭാവികൾക്കും അണികൾക്കും വോട്ട് ചെയ്യുന്ന ജനങ്ങളോടും പാർട്ടിക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ വൈകാരികമായി കൂടി ഉണ്ടാകുന്നുണ്ട്. ഇന്ന് 15 ഏരിയ കമ്മിറ്റികൾ ചേർന്നു. ജില്ലയിലെ 15 ഏരിയ കമ്മിറ്റികൾ ചേർന്ന ശേഷം അത് ജി സുധാകരന്റെ വിഷയം റിപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ട് ജി സുധാകരൻ പോകുന്നു അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അത് നാളെ കീഴ്ഘടകങ്ങളിലേക്ക്, നാളെ ലോക്കൽ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ചിലേക്കും എത്തും. അത് ജനറൽ ബോഡിയിലടക്കം വിശദീകരണ യോഗം നടത്തും. അത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ എതിരാളിയായി എത്തുന്നത് പാർട്ടിയുടെ എല്ലാ അടവ് നയങ്ങളും, പാർട്ടിയുടെ എല്ലാ ജയപരാജയങ്ങളും ദൗർബല്യങ്ങളും, പാർട്ടിയുടെ മെഷീനറിയെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളൊരു നേതാവായതുകൊണ്ട് തന്നെ പാർട്ടിക്ക് എങ്ങനെ പ്രഹരമേൽപ്പിക്കാമെന്ന് ജി സുധാകരൻ നന്നായി അറിയാം. അതുകൊണ്ട് ജി സുധാകരനെതിരെയുള്ള പ്രതിരോധം ഈ രീതിയിൽ ജില്ലയിൽ അത് ബ്രാഞ്ച് അടിസ്ഥാനം മുതൽ ജില്ലാ ഘടകം വരെ ശക്തമാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. നാളത്തെ ലോക്കൽ കമ്മിറ്റി യോഗത്തിലടക്കം അത്തരത്തിലുള്ള പരിപാടികൾ ഈ ഇലക്ഷൻ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം എടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ അടക്കം പാർട്ടി നാളെ അണികളോടും പാർട്ടി മെമ്പർമാരോടും അറിയിക്കും. എന്താണെങ്കിലും മറ്റന്നാളത്തെ പരിപാടി ഏറെ നിർണായകമാണ്. 5000 പേരെ സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. പക്ഷേ എത്ര പേരുടെ പങ്കാളിത്തം ഉണ്ടാകുന്നതും ശ്രദ്ധേയമാണ്. അരുൺകുമാർ, താങ്ക് യു. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമുക്കിപ്പം പിയാസൻ കൂടി ചേരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജി സുധാകരൻ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത് ഞങ്ങളുടെ ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിപാലാണ്. ഈ വാർത്ത ഇന്നലെ രാത്രിയിൽ തന്നെ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. വ്യക്തമായ വിവരം റിപ്പോർട്ടറിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കില്ല എന്ന വാർത്തയും ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടറാണ്. ഈ രണ്ടു വാർത്തകളും പിന്നീട് ജി സുധാകരൻ ശരിവയ്ക്കുകയുണ്ടായി.